എക്സാലോജിക്കലേ ഉൾനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള എതിർകക്ഷികൾക്കും മേനയ്ക്കും ഹൈക്കോടതി അഭിഭാഷകൻ വഴി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും ആ കേസ് വിജിലൻസ് തള്ളിയ സാഹചര്യത്തിൽ വിജിലൻസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. ആ ഹൈക്കോടതിയിൽ ആ കേസ് പോകും. ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവാണ്. ആ അപ്പീൽ ഫൈറ്റ് ചെയ്യും, നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ്. ഈ CPM പറയുന്ന പോലെ ശല്യക്കാരന്റെ വ്യവഹാരി ശല്യക്കാരൻ തന്നെയായിരിക്കും. ഇല്ല, അദ്ദേഹം ഒരു കേസ് കൊടുത്തതിന് അദ്ദേഹത്തെ ശല്യക്കാരനായ വ്യവഹാരി എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്താ? ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറഞ്ഞാൽ നിരന്തരമായി കാണുന്നവർക്കെതിരെ എല്ലാം പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് പറയുന്നത്. അങ്ങനെ മാത്യു കുഴൽനാടൻ ആർക്കെതിരായിട്ടാണ് ആവശ്യമില്ലാതെ പരാതി കൊടുത്തിരിക്കുന്നത്? അദ്ദേഹം ഒരു കേസ് കൊടുത്തു, അദ്ദേഹം അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. ആ കേസിൽ കണ്ടന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൗർഭാഗ്യവശാൽ അത് വിജിലൻസ് കോടതി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പോകണ്ടേ? ഉറപ്പായിട്ടും. കാരണം ഞങ്ങൾ ജനങ്ങളോട് ഇത് അഴിമതിക്കാരുടെ സർക്കാരാണ്, ജനങ്ങളെ മറന്നുപോയ സർക്കാരാണ്, മുൻഗണനകളില്ലാത്ത സർക്കാരാണ്, പാവങ്ങളെ മറക്കുന്ന സർക്കാരാണ്. ഈ സർക്കാരിനോടുള്ള അതിശക്തമായ പ്രതിഷേധം അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് 2019 തെരഞ്ഞെടുപ്പല്ല, 2024 തെരഞ്ഞെടുപ്പിലെ ബൂത്ത് തലത്തിൽ CPM ഒന്ന് റിവ്യൂ ചെയ്താൽ ബംഗാളിലും ത്രിപുരയിലും നേരത്തെ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് എന്ന് മനസ്സിലാവും. പാർട്ടി ഗ്രാമങ്ങളിൽ വരെയാണ് ഒഴുകിപ്പോയിരിക്കുന്നത്, ഒഴുകിപ്പോയിരിക്കുന്നത്. ഇവരെന്തെല്ലാം പ്രചരണം നടത്തി. വടകരയിൽ സംഘപരിവാറിനെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണമാണ് CPM നടത്തിയത്. എന്നിട്ട് ഞങ്ങളുടെ തലയിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൻ്റെ തലയിലും കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ മനസ്സിലായില്ലേ, കാഫിർ എന്നുള്ള കള്ളപ്രചരണം നടത്തിയത് ആരാണ്? CPM തന്നെയാണ്. വ്യാജമായി ആ ഇട്ടെന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ കാസിം കൊണ്ടുപോയി പോലീസോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഫോൺ പരിശോധിക്കുക, ഉണ്ടെങ്കിൽ എനിക്കെതിരായി കേസെടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് കാസിമിന് യാതൊരു പങ്കും അതിനകത്തില്ല. അപ്പോൾ ആരാണ്? പോരാളി ഷാജി, പിന്നെ അമ്പാടി സഖാക്കൾ, പിന്നെ മുൻ MLA KK ലതിക, അവരെല്ലാമാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചത്. അവർ തന്നെ ഒരു വ്യാജ കണ്ടന്റ് ഉണ്ടാക്കി, ഒരാളുടെ പേരിൽ ഫേക്ക് ഐഡിയിൽ വ്യാജമായി കണ്ടന്റ് ഉണ്ടാക്കി അവർ തന്നെ പ്രചരിപ്പിച്ച് വർഗീയ വിഭജനം വടകരയിൽ ഉണ്ടാക്കാൻ നോക്കി. ഞാൻ പറയാം, സംഘപരിവാർ നാണിച്ചു പോകും ഈ CPMൻ്റെ മുമ്പിൽ. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം, എന്തും ജയിക്കാൻ എന്തു വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവരുടെ സംഘമാണ് CPM. എന്തൊരു കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഈ കാഫിർ പ്രചരണമൊക്കെ? എത്രമാത്രം ഈ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയല്ലേ സംഘപരിവാർ ചെയ്യുന്നത്? ആണല്ലോ. ഇപ്പോൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ ഈ CPM ഹാൻഡിലുകൾ ഞങ്ങളെയൊക്കെ എത്ര മോശമായിട്ടാണ്, ഞങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ച്, മാധ്യമപ്രവർത്തകർക്കെതിരെ, വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അപകീർത്തികരമായ പ്രചരണം നടത്തിയിരുന്ന CPM ഹാൻഡിലുകളെല്ലാം ഇപ്പോൾ പീരങ്കി തിരിച്ചു വച്ചിരിക്കുന്ന എങ്ങോട്ടാ? പിണറായി വിജയനിലേക്കും CPM നേതൃത്വത്തിലേക്കും തിരിച്ചു വച്ചിരിക്കുക. അടിയാണ്, പരസ്പരം പോരാണ്. ഈ ഓരോ ഹാൻഡിലിൻ്റെ പുറകിലും ഓരോ പ്രധാനപ്പെട്ട CPM നേതാക്കളുണ്ട്. അവർ തമ്മിൽ പ്രസ്താവന യുദ്ധം നടത്തുന്നതിന് പകരം അവരുടെ ഹാൻഡിലുകളെ കൊണ്ടാണ് ഈ സംസാരിപ്പിക്കുന്നത്. CPM ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോ, ജനറേഷനാണ്, ജീർണത ബാധിച്ചിരിക്കുകയാണ് ആ പാർട്ടി ബംഗാളിലെയും ത്രിപുരയിലെയും പോകും. ഇത് അവസാനിച്ച് കുഴിച്ചു മൂടിയിട്ട് വാഴയും കൂടി വെച്ചിട്ട് പിണറായി വിജയൻ പോകുമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ്. അത് തന്നെ സംഭവിക്കാൻ പോകും. നിരന്തരമായ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തിനാണ് ഈ വല്ലവരും കൊണ്ട് പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ എടുക്കാൻ പോണ രാവിലെ? വേറെ അത് ആർക്കും വേണമെന്ന് ഒട്ടിക്കുക, ഒരു CPM കാരന് ഒട്ടിക്കുക, ആർക്കും ഒട്ടിക്കാൻ വന്ന് ആരെങ്കിലും രാത്രി ഇനി വേണമെങ്കിൽ ക്യാമറ വയ്ക്കുക, ആരാണ് ഒട്ടിക്കണമെന്ന് അറിയാൻ വേണ്ടി. ഈ പോസ്റ്റ് ഒട്ടിക്കണമൊക്കെ അതൊക്കെ ഒരു ബോധമില്ലാത്ത ആളുകളാണ് ചെയ്യുന്നത്. ആർക്കും വേണമെങ്കിൽ പോസ്റ്റ് ഒട്ടിക്കണ കണ്ടിട്ടാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നത്. ഇത് നിങ്ങൾ 2 ദിവസം ആ പോസ്റ്റൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കാം. പാർട്ടി ഓഫീസിൽ അവിടെ കൊണ്ട് ആരെങ്കിലും പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങൾ കണ്ടില്ല എന്ന് വെച്ചാൽ പിന്നെ ഈ പോസ്റ്റർ ഉണ്ടാവില്ല. നിങ്ങൾ രാവിലെ ചെന്ന് ഇത് എടുക്കാൻ പോകുന്നതുകൊണ്ടാണ് രാത്രി വന്നിട്ട് വീണ്ടും പോസ്റ്റർ ഒട്ടിക്കണം. അത് നിർത്ത്.